വയനാട് പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. SDRFൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി നീക്കിവെച്ച തുകയുടെ കൃത്യമായ കണക്കും വയനാടിനായി ആവശ്യമുള്ള അധിക സഹായം സംബന്ധിച്ച കണക്കും ഉൾപ്പെടെയുള്ള വിശദമായ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. തിയോഫിൻ, ഇന്ന് കോടതിയുടെ ഒരു ദിവസമായിരിക്കും. ഇന്ന് എന്താണ് ഇതിലൊരു തീരുമാനം പറയാനുള്ളൊരു സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് വിമർശനം ഉന്നയിച്ചിരുന്നു. എത്ര കേരളത്തിന് ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടെന്നും ഇനി എത്ര നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിലും വിശദമായ ഒരു കണക്ക് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കേന്ദ്രം ഇന്ന് നിലപാട് അറിയിക്കാനുള്ള സാധ്യതകളുണ്ടോ? കേരളത്തിന്റെ നടപടി ഇന്ന് എന്തൊക്കെയാകാം കോടതിയിൽ? ഇന്ന് എന്തൊക്കെ കോടതിയിൽ സംഭവിക്കും? അന്ന, ഇത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം കൃത്യമായി ലഭിക്കാതെ വരികയും കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോടതി സ്വമേധയാ കേസെടുത്തത്. ഈ സുവമോട്ട കേസാണ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ഈ കേസിൽ ഇന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് നൽകും. കാരണം ഈ വിശദമായൊരു കണക്ക് വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. കാരണം പലതവണയായി ഈ കേസ് പരിഗണിക്കുമ്പോഴും കേന്ദ്രം പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ SDRFൽ ആവശ്യത്തിന് തുകയുണ്ട് എന്നാണ്. സംസ്ഥാനം അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. കാരണം ഈ തുക ഈ പല ആവശ്യങ്ങൾക്കായി നീക്കി വെച്ചിട്ടുള്ളതാണ്. കാരണം മുൻകൂട്ടി തന്നെ ഇത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വക തിരിച്ച് വെച്ചിട്ടുള്ള ഫണ്ടാണ്. അത് അതാത് സമയങ്ങളിൽ കൃത്യമായി ഓരോയിടത്തേക്കും അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കായത് നൽകേണ്ടതുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ഇത് കോടതി അറിയിച്ചു. അപ്പോഴാണ് കോടതി ആവശ്യപ്പെട്ടത് കൃത്യമായ കണക്ക് അറിയിക്കണം, അത് കേന്ദ്രവും അറിയിക്കണം. കാരണം എത്ര ആവശ്യമുണ്ട്, കയ്യിലുള്ള ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു, എന്താണ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, ഏതെല്ലാം രീതിയിലാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇനി കേന്ദ്ര സഹായം എത്ര ആവശ്യമുണ്ടെന്നും സംസ്ഥാന സർക്കാർ അത് കൃത്യമായി അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കേന്ദ്രത്തോട് കോടതി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വയനാട് ദുരന്തത്തിന് സഹായമായി സംസ്ഥാന സർക്കാരിന് കേരളത്തിന് നിങ്ങൾ എന്ത് കൊടുക്കും, എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര കൊടുക്കും എന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. ഒന്നിലധികം തവണ അവർ ആവർത്തിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ SDRFൽ ആവശ്യത്തിന് തുകയുണ്ട്, അത് വിനിയോഗിച്ച ശേഷം ബാക്കി ആണ് കേന്ദ്രം നൽകേണ്ടതെന്ന് പറയുന്നു. പക്ഷേ അവിടെയാണ് സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് നൽകാൻ ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് നൽകാൻ തയ്യാറാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടു കൃത്യമായ കണക്ക് നൽകണം. കാരണം കോടതിക്ക് ഒരു കാര്യം കൂടിയുണ്ട്, കേന്ദ്രത്തോട് നിർദ്ദേശം നൽകണമെങ്കിൽ കോടതിക്ക് ഒരു കൃത്യമായ കണക്ക്, അതായത് ഫിഗർ ടു ഫിഗർ കണക്ക് കോടതിക്ക് വേണം. അതുകൊണ്ടാണ് കോടതി ആവശ്യപ്പെട്ടത്. കാരണം കൃത്യമായും കോടതിക്ക് തന്നെ അറിയാം ഈ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഫിഗർ എത്രയാണ് എന്നുള്ളത് കൃത്യമായ ഒരു കണക്ക് നൽകണം. ഇതുമായി ബന്ധപ്പെട്ട കണക്ക് കഴിഞ്ഞ ദിവസം 5 ദിവസം മുമ്പ് ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ സംസ്ഥാനം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ടാണ് ഇന്ന് നൽകുക. ഇന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും. ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുള്ള ദുരന്ത നിവാരണ ഫണ്ടിലെ ആ തുകയിൽ അത് മുൻ ആവശ്യങ്ങൾക്കായി അലോക്കേറ്റ് ചെയ്ത തുക, അത് ഏതെല്ലാം ആവശ്യങ്ങൾക്ക് എന്തെല്ലാം കണക്കിലാണത്, ഏതെല്ലാം ഹെഡ്സിലാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായ ഒരു കണക്ക് ബോധ്യപ്പെടുത്തും. എത്ര ബാക്കിയുണ്ട്, അതിന് എന്തിനുപയോഗിക്കും എന്നതും വയനാടിന് ഇനി കേന്ദ്ര സഹായമായി എത്ര ആവശ്യമുണ്ട് എന്നതും സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ കണക്ക്, കൃത്യമായ തുക അത് കണക്കാക്കി ആ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് സമർപ്പിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാവും കേന്ദ്രത്തോട് നിർദ്ദേശം നൽകുക. നേരത്തെ കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്രത്തിൻ്റെ മറുപടി ഇന്ന് കേന്ദ്ര സർക്കാർ എന്ന് കോടതി അറിയിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൻ്റെ മറുപടിയും ഇന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു നിർണായക ദിവസമാണെന്ന് കൃത്യമായ റിപ്പോർട്ട് കൂടി പഠിച്ച ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാവും കോടതി വ്യക്തമായ നിർദ്ദേശം കേന്ദ്രത്തിന് കൂടി നൽകുക. അന്ന. അതെ തിയോഫിൻ, ഇക്കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് പ്രതിഷേധാർഹമാണ്. അതിൽ കൃത്യമായ ഒരു നിലപാട് അറിയിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ഘട്ടത്തിൽ പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞത് കേരളം ആവശ്യം അറിയിക്കാൻ വൈകിപ്പോയി, 3 മാസം ആവശ്യം അറിയിക്കാൻ വൈകിപ്പോയി എന്നുള്ള വിശദീകരണമൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ പല വിഷയങ്ങളിലും കേന്ദ്രത്തിന് കേരളത്തോടുള്ള നിലപാട് വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ സമയത്താണ് ഈ കേസ് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിലപാട് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇനിയും അതിലൊരു മാറ്റമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ പരിഗണിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ചും പാർലമെന്റിലടക്കം കേന്ദ്രം ഈ നിലപാട് അറിയിച്ചു. കേരളത്തിന് ഇനി പണം നൽകാൻ, സഹായം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ധ്വനി ഉള്ള വിശദീകരണമാണ് അവർ കൊടുത്തിട്ടുള്ളത്.
അന്ന പലതവണ അന്ന സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ പറഞ്ഞത് കൂടാതെ തന്നെ ഇതേ വാക്കുകൾ തന്നെയാണ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ BJP നേതാക്കളും എല്ലാം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ വരുമ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം കണക്ക് സമർപ്പിക്കാൻ വൈകിയെന്നാണ്. ആദ്യം പറഞ്ഞത് കൃത്യമായ കണക്ക് നൽകാൻ വൈകി, പിന്നെ പറഞ്ഞത് മെമ്മോറാണ്ടം നൽകണം, കൃത്യമായ മെമ്മോറാണ്ടം അതിൻ്റെതായ ഫോർമാറ്റിൽ നൽകണമെന്ന് പറഞ്ഞു. ഇത് നൽകിയ ശേഷം ഒന്നിലധികം തവണ സംസ്ഥാനത്തെ കൊണ്ട് തന്നെ കണക്ക് സമർപ്പിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതൊന്നും ഇല്ലാതെ, ഒരു കണക്കും സമർപ്പിക്കാതെ തന്നെ ദുരന്തമുണ്ടായപ്പോൾ തന്നെ കേരളത്തിന് ഈ വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം ദുരന്തമുണ്ടായ പല സ്ഥലങ്ങളിൽ, ഇത്ര തീവ്രമല്ലാത്ത ദുരന്തമുണ്ടായ പല സംസ്ഥാനങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ അടിയന്തര സഹായം എത്തിക്കാൻ കേന്ദ്രത്തിന് ഒരു മടിയും ഉണ്ടായില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ഇതിനെ നേരിട്ട് സർവൈവ് ചെയ്യാനുള്ളൊരു ശ്രമം കേരളം അതുമായി മുന്നോട്ട് പോകുമ്പോൾ ₹1 സഹായം പോലും ഇന്നുവരെ എത്തിയിട്ടില്ല. പക്ഷേ വളരെ പെട്ടെന്ന് പ്രധാനമന്ത്രി ഇവിടെ എത്തി ഇതെല്ലാം കാണുകയും ചെയ്തു. പക്ഷേ നേരിട്ട് കണ്ടിട്ട് പോലും അന്ന് പറയുകയും ചെയ്തതാണ് പണത്തിൻ്റെ പേരിൽ വയനാടിൻ്റെ ഒരു പുനരധിവാസത്തിന് ഒരു കാര്യത്തിലും തടസ്സം വരില്ല, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ട്, ഇതിനെല്ലാം പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിച്ച ശേഷം മടങ്ങിയ പ്രധാനമന്ത്രി അതിനുശേഷം കേന്ദ്രത്തിൽ നിന്ന് ₹1 സഹായം പോലും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. ഇത് ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴികഴിവുകൾ പറഞ്ഞ് മാറ്റിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. കേരളം ആവശ്യപ്പെട്ടതിൽ കൃത്യമായ കണക്കില്ല, മെമ്മോറാണ്ടം സമർപ്പിച്ചില്ല, ആ മെമ്മോറാണ്ടത്തിന് പിന്നെ പറയുന്നത് മെമ്മോറാണ്ടത്തിന് ഒരു കൃത്യമായ ഫോർമാറ്റുണ്ട്, ആ ഫോർമാറ്റിൽ കേന്ദ്രം പറയുന്ന ഫോർമാറ്റിൽ സമർപ്പിച്ചില്ല എന്നാണ്. ഇതെല്ലാം സമർപ്പിച്ചപ്പോൾ പിന്നീടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നേരത്തെ നൽകിയ ഫണ്ടിൽ നീക്കിയിരിപ്പുണ്ട്, ആ ഫണ്ട് ഉപയോഗിക്കണം എന്നായിരുന്നു. ഇതൊന്നും മറ്റ് പല അല്ലെങ്കിൽ BJP അനുകൂലിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും ഈ ഫണ്ട് അനുവദിക്കുന്നതിൽ ഇതൊന്നും തടസ്സമായില്ല, ഇത്തരം ന്യായവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് മാത്രമാണ് ഇത്തരത്തിൽ കാണുന്നത്. ഇത് രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത് എന്നാണ് കേരളം ഇവിടെ ഈ ഒരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. എല്ലാവരും ആ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ വാദം അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയം തന്നെയല്ല, കേരളത്തെ ഒരു പക്ഷേ മുന്നോട്ട് പോകാതിരിക്കാനുള്ള കേരളം ഉയർന്നു വരാതിരിക്കാനുള്ള ഒരു ശ്രമം, ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്നൊരു സംശയം എല്ലാവർക്കുമുണ്ട്. അത്തരത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിലാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഇതുവരെ ₹1 പോലും സഹായം നൽകിയിട്ടുമില്ല. പല തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം കേരളം കണക്ക് നൽകിയിട്ടില്ല, കേരളത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന വാദം ആവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ ചിലരെങ്കിലും അത് തെറ്റിദ്ധരിച്ചേക്കാം. ആ സാഹചര്യത്തിലാണ് കോടതി കൃത്യമായ ഒരു കണക്ക് കോടതിയിൽ സമർപ്പിക്കൂ, അത് വെച്ച് കോടതി നിർദ്ദേശം നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും ഇന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടാവുക. ഒരു പക്ഷേ ഇന്ന് കേന്ദ്രത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇന്ന് കോടതി നിർദ്ദേശം നൽകുമോ എന്നോ നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരു പക്ഷേ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കോടതിക്ക് ഇത് പരിശോധിച്ച ശേഷമാകും നിർദ്ദേശം നൽകുക എന്നതും സൂചനയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായൊരു പ്രതികരണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ദുരന്ത മുഖത്ത് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്. ഇന്ന് അതിൽ എന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാർ അറിയിക്കാൻ സാധ്യതയുണ്ടോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനോട് ഇക്കാര്യത്തിൽ വിശദമായ കണക്കുകൾ നൽകണമെന്ന ആവശ്യം കേന്ദ്രത്തിനോട് ഉന്നയിച്ചിരുന്നതാണ്. അവർ ഇതുവരെ അക്കാര്യത്തിൽ ഒരു അന്തിമമായ നിലപാട് കോടതിയിൽ എടുത്തിട്ടില്ല. എന്തായാലും തിയോഫിൻ, നമുക്കപ്പോൾ 10 മണിക്ക് ശേഷം കേസ് പരിഗണിച്ചതിന് ശേഷം കാണാം. യെസ്, അപ്പോൾ വയനാട് കേസിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള കേന്ദ്ര നിലപാടിന് ശേഷം ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കൃത്യമായ കണക്കുകൾ ഇതുവരെയുള്ളത് ഇന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. ഒപ്പം കേന്ദ്ര നിലപാട് എന്താണ് എന്നതാണ് ഇനി അറിയാനുള്ളത്. തിയോഫിനാണ് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.